ഹലോ മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് നിർമ്മിതികൾ കൺസ്ട്രക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വേഗം നമ്മുടെ കോമ്പസും സെറ്റ് സ്ക്വയറും പ്രൊട്രാക്ടറൊക്കെ എടുത്ത് വെച്ചോ, എന്നിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വരച്ച് പഠിച്ചോ. ക്രിസ്മസ് പരീക്ഷ നമുക്ക് സെറ്റ് ആക്കണം അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താണ്? കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് സൈഡ് 4 സെന്റിമീറ്റർ അല്ലെ, 4 സെന്റിമീറ്റർ നീളമുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അപ്പോ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും എത്ര തന്നെയായിരിക്കും? 4 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. ആദ്യം 4 സെന്റിമീറ്റർ നീളത്തില് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ദെൻ സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? 4 സൈഡും 90 ഡിഗ്രി ആണ് അല്ലെ. 4 വശവും ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് വലിയൊരു പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇതിനെ നമുക്ക് എ എന്നും ഈ പോയിന്റ്സിനെ ബി എന്നും കൊടുക്കാം അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെ. മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ എയിനെ നമ്മൾ ആ 90 ഡിഗ്രി മാർക്ക് ചെയ്ത പോയിന്റ് തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലേ. ഓക്കെ അല്ലേ? ദെൻ ബിയിലും ഇതേപോലെ തന്നെ പ്രൊട്രാക്ടർ വെക്കുന്നു, 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. നമ്മൾ ബി ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ 90 ഡിഗ്രി പോയിന്റ് ഇട്ട് വരച്ചതിന് അതാ ജോയിൻ ചെയ്ത് കൊടുത്തു അല്ലെ. ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പൊ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിൾ എ എന്ന് പറയുന്ന ആംഗിളും ബി എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രി കിട്ടി. പിന്നെ എന്താണ്? വശം 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ എല്ലാ സൈഡ്സും എത്ര തന്നെയായിരിക്കും? 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഈ എ ബി എന്ന് പറയുന്ന ലെങ്ത് എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുന്നു. നമ്മള് 90 ഡിഗ്രി നീട്ടി വരച്ചിരിക്കുന്ന ലൈനിൽ എവിടെ നിന്ന് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ബിയിൽ കുത്തിയിട്ട് 4 സെന്റിമീറ്റർ എന്ത് ചെയ്യുന്നു? ഈ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി വരച്ചതിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കുന്നു അല്ലെ. എന്നിട്ട് ഈ ആർക്കുകളെ തമ്മിൽ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലെ. ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ വശവും 4 സെന്റിമീറ്റർ വരുന്ന ഒരു സമചതുരമാണ്. ഇതിന്റെ പ്രത്യേകത അല്ലെ. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? സ്ക്വയർ വരയ്ക്കാൻ പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് ഡയഗണൽ 5 സെന്റിമീറ്റർ. ഇവിടെ എന്താണ്? വികരണത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആയ സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വേറെ സൈഡ്സിന്റെ അളവൊന്നുമില്ല. ഡയഗണൽ എത്ര വരണം? 5 സെന്റിമീറ്റർ വരണം. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. ആദ്യം തന്നെ 5 സെന്റിമീറ്റർ കറക്റ്റ് സ്കെയിലിൽ എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് 5 സെന്റിമീറ്റർ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ എ ബി എന്ന് പറയുന്ന ലൈൻ എത്രയുണ്ട്? 5 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ. ഇതിന് വികരണത്തിന്റെ നീളമാണ് എത്ര വരേണ്ടത്? 5 സെന്റിമീറ്റർ വരേണ്ടത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ വരച്ചിരിക്കുന്ന ഈ 5 സെന്റിമീറ്റർ ലൈനിന്, സ്ട്രെയിറ്റ് ലൈനിന് എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വരച്ചേക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെ വരയ്ക്കുന്ന എ ബി എന്ന് പറയുന്ന ആ ലൈനിന്റെ പകുതിയിൽ കൂടുതൽ എടുക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റില് പോയിന്റ് ചെയ്തിട്ട് നമ്മളിതാ ഒരു ആർക്ക് വരയ്ക്കുന്നു. താഴേക്കും വരയ്ക്കുന്നു, അതുപോലെ തന്നെ മുകളിലേക്കും വരയ്ക്കുന്നു അല്ലെ. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റില് നമ്മൾ കോമ്പസ് വെച്ച് കുത്തുന്നു. ദെൻ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുന്നു അല്ലെ. എന്നിട്ടോ ഈ ആർക്കുകളെ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലെ. ആർക്കുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി എന്ത് വേണം? നമുക്ക് 5 സെന്റിമീറ്റർ ആണ് എന്ത് വേണ്ടത്? വികരണത്തിന്റെ അളവ് വരേണ്ടത്. അപ്പൊ എയുടെ ഈ മിഡ് പോയിന്റ് ഒ എന്ന് പറയുന്ന ഈ മിഡ് പോയിന്റ് വരെയുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക? നമുക്ക് കോമ്പസിലൊന്നും എടുത്തിട്ട് ഈ ഒയിൽ നിന്നും ഈ ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ വരച്ചിരിക്കുന്ന ബൈസെക്ടറിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ എയിൽ നിന്നും എന്താ ഇങ്ങോട്ടുള്ള ഈ ദൂരം എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുക്കുക. 4 വശവും ഇത്തരത്തിൽ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കിട്ടി.
എന്താണ് സ്ക്വയർ ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ കിട്ടി. ഈ സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് അല്ലെ. ഡയഗണൽ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഡയഗണൽ മാത്രം തന്നെ ഒരു സ്ക്വയർ വരയ്ക്കാനും പഠിച്ചല്ലോ. Then നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Construct a square with a diagonal 4.6 and with all the vertices on the circle. അതായത് 4.6 സെന്റിമീറ്റർ വികർണമുള്ള ഒരു സമചതുരം വരച്ച് വൃത്തത്തിൽ ശീർഷകങ്ങൾ വരത്തക്ക വിധം വരയ്ക്കുക അല്ലെ. അപ്പൊ ഡയഗണലി 4.6 സെന്റിമീറ്റർ വരുന്ന ഒരു സമചതുരം വരയ്ക്കാൻ നമുക്കറിയാലോ. എങ്ങനെ വരയ്ക്കും? യെസ്, എന്ത് ചെയ്യാ? 4.6 നമ്മള് 5 കഴിഞ്ഞിട്ട് ഈ വലിയ വര 4 കഴിഞ്ഞ ഒരു വലിയ വര ഉണ്ട്. ആ വലിയ വര കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് എന്ത്? 4.6 അല്ലെ. 4.6 അളവെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ? യെസ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചു അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചു. ദെൻ ഈ സ്ട്രെയിറ്റ് ലൈനിൽ എന്ത് ചെയ്യാ? എന്ത് വരയ്ക്കണം? ബൈസെക്ടർ വരയ്ക്കണം അല്ലെ. ബൈസെക്ടർ വരയ്ക്കാം. ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുന്നത്? എയിൽ കുത്തിയിട്ട് പകുതിയിൽ കൂടുതൽ, AB എന്ന് പറയുന്ന ലൈനിന്റെ പകുതിയിൽ കൂടുതൽ എടുക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു അല്ലെ. താഴേക്ക് മുകളിലേക്ക് ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ബിയിൽ പോയിന്റ് ചെയ്യുന്നു, താഴേക്ക് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ആർക്കുകള് വരച്ചു കൊടുക്കുന്നു. ഈ ആർക്കുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മള് 4.6 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അതിന് ബൈസെക്ടർ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇത് ബൈസെക്ടർ ജോയിൻ ചെയ്ത് ഈ പോയിന്റിൽ നിന്നും A വരെയുള്ള ദൂരം എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. A വരെയുള്ള ദൂരം കോമ്പസിൽ, അല്ലെങ്കിൽ B വരെയുള്ള ദൂരം സെന്റർ വരെ, ഈ ജോയിൻ ചെയ്ത പോയിന്റ് വരെയുള്ള ദൂരം കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു സർക്കിൾ വരയ്ക്കണം അല്ലെ. റേഡിയസ് വരും. ഓയില് കുത്തിയിട്ട് അളവെടുക്കുന്ന ഓയില് കുത്തിയിട്ട് ഒരു സർക്കിള് വരയ്ക്കുന്നു അല്ലെ. സർക്കിള് വരയ്ക്കുന്നു. ഇപ്പൊ എന്താണ് ഇനി എന്താണ് ചെയ്യേണ്ടത്? യെസ്, A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മുടെ ആ ഡയഗണലില് സർക്കിളിൽ ടച്ച് ചെയ്ത് ഈ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. A എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഈ ഡയഗണല് സർക്കിളിൽ ടച്ച് ചെയ്ത് ഈ ഡയഗണലിലെ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡയഗണല് 4.6 സെന്റിമീറ്റർ ഉള്ള ചതുരവും കിട്ടി, ആ ചതുരത്തിന്റെ സമചതുരവും കിട്ടി. ആ സമചതുരത്തിന്റെ 4 മൂലകളും എവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്? ഒരു സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുമുണ്ട് ഇല്ലേ. സർക്കിളിലാണ് ഈ 4 മൂലകളും ഉള്ളത് ഇല്ലേ. നമുക്ക് കിട്ടിയില്ലേ? യെസ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. യെസ്, ഇതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ചോദ്യം അല്ലെ. എങ്ങനെ ഇത് വരയ്ക്കാം? ആദ്യം തന്നെ എന്ത് ചെയ്യാം? 2 സെന്റിമീറ്റർ ആണ് എല്ലാ സ്ക്വയറിന്റെതും ഇല്ലെ. സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 3 സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചേക്കാം. 6 സെന്റിമീറ്റർ നീളത്തിൽ സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് സ്ക്വയർ വരയ്ക്കണം. 6 സെന്റിമീറ്റർ നീളവും എല്ലാ സൈഡും വരുന്ന ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ സ്ക്വയറിന് ആംഗിൾസ് എത്രയാണെന്ന് പറഞ്ഞത്? 90 ഡിഗ്രി ആണല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ സ്ക്വയർ ആദ്യം വരച്ചതുപോലെ തന്നെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആ ലൈനിനെ അങ്ങോട്ട് നീട്ടി വരയ്ക്കാം അല്ലെ. നീട്ടി വരച്ചു. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും നമ്മൾ 90 ഡിഗ്രി എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്തിട്ട് എന്ത് വരയ്ക്കുന്നു? അതാ ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു അല്ലെ. ഇനി എന്താ വേണ്ടത്? നമുക്കറിയാം ഒരു വശം 6 സെന്റിമീറ്റർ അല്ലെ നമ്മൾ വരച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ വശവും 6 സെന്റിമീറ്റർ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ അളവ് കോമ്പസിൽ എടുക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ആ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് 6 എന്ന് അടയാളപ്പെടുത്തുന്നു അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഇനി ഇവരെ തമ്മിൽ, ഈ ആർക്കുകളെ തമ്മിൽ ജോയിൻ ചെയ്താല് നമുക്ക് എന്ത് കിട്ടും?
എല്ലാ വശവും 6 സെന്റിമീറ്റർ ആയ ഒരു സ്ക്വയർ കിട്ടും അല്ലെ. എല്ലാ വശവും 6 സെന്റിമീറ്റർ ആയ ഒരു സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ലേ. ഇനി എന്ത് ചെയ്യണം? ഈ വശങ്ങളെ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? തുല്യമായിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ ഭാഗവും 2 സെന്റിമീറ്റർ വരത്തക്ക രീതിയില് ഇതേപോലെ ഡിവൈഡ് ചെയ്യാം. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. ഇവിടെയും അതേപോലെ തന്നെ എന്ത് ചെയ്യാ? 2 സെന്റിമീറ്ററില് 2 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യാ? നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളെ തമ്മിൽ എന്ത് ചെയ്യാ? താഴേക്ക് നീളത്തിൽ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ വശവും 2 സെന്റിമീറ്റർ ഉള്ള സ്ക്വയേഴ്സ് കിട്ടും അല്ലേ. ഇപ്പൊ നമുക്കൊരു എല്ലാ വശവും 2 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ കിട്ടി. എല്ലാ വശവും 2 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഫിഗറിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിർത്തിയിട്ട് എന്ത് ചെയ്യാ? ഒന്നുകിൽ നമ്മൾ ഷെയ്ഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? നമുക്ക് ഇതൊക്കെ ഒന്ന് മായ്ച്ചു നോക്കാം അല്ലെ. മായ്ച്ചു നോക്കാം കിട്ടുന്നുണ്ടോന്ന്. ചിത്രത്തിൽ തന്നതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാരും വരച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗിയുള്ളൊരു ഫിഗർ ആണ്. എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഈ ഫിഗർ വരയ്ക്കാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാ? 6 സെന്റിമീറ്റർ നീളമുള്ള അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ വികരണത്തിന്റെ നീളം വരുന്ന ഒരു സ്ക്വയർ അങ്ങ് വരയ്ക്കാം അല്ലെ. 6 സെന്റിമീറ്റർ എന്ത് വരണം? ഡയഗണൽ ആണ് 6 സെന്റിമീറ്റർ വരേണ്ടത്. 6 സെന്റിമീറ്റർ ഡയഗണലിന്റെ ലെങ്ത് വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കണം. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? 6 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ഇനി എങ്ങനെയാണ് വികരണത്തിന്? ഇതിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഒരു ബൈസെക്ടർ വരയ്ക്കണം അല്ലെ. എന്ത് വരയ്ക്കണം? ലംബ സമഭാജി വരയ്ക്കണം. അപ്പൊ ഈ ആദ്യം വരച്ച 6 സെന്റിമീറ്റർ നീളമുള്ള വരയ്ക്ക് പകുതി കൂടുതൽ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സമഭാജി, ലംബ സമഭാജി വരയ്ക്കുകയാണ്, ബൈസെക്ടർ വരയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈനിന് സമഭാജി വരയ്ക്കാന് നമുക്കറിയാം. ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു അല്ലെ. ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഡയഗണൽസ് എത്ര വരണം? 6 സെന്റിമീറ്റർ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 3യും ഈ സെന്റർ പോയിന്റ് താഴെവശത്തേക്ക് എത്ര തന്നെ വരണം? 6 തന്നെ വരണം അല്ലെ. 3 വരണം അല്ലെ. അപ്പൊ നമുക്ക് അതാ 3 എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അല്ലെ. ഈ അളവ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈ അളവ് അല്ലെങ്കിൽ എത്ര വരണം? 3 എന്ന് പറയുന്ന അളവ് അല്ലെ. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വരച്ച ഈ 6 സെന്റിമീറ്റർ AB എന്ന് പറയുന്ന ഈ ലൈനിനെ നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിലേക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലെ. ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ വശവും ഒന്ന് യോജിപ്പിച്ച് നോക്കിയേ. എല്ലാ വശവും നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ ഈ വികരണം എന്ന് പറയുന്നത് ആകെ എത്രയുണ്ട്? 6 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയുണ്ട്? 3. ഇവിടുന്ന് ഇങ്ങോട്ട് 3. മൊത്തം 6 സെന്റിമീറ്റർ എന്തുണ്ട്? നീളമുണ്ട് വികരണത്തിന്. അപ്പൊ 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വികരണം നമ്മൾ വരച്ചു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 6 സെന്റിമീറ്ററുകളെ 6 സെന്റിമീറ്ററിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും? ഒന്നുകിൽ കോമ്പസിലിടാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സ്കെയിലിലാണെങ്കിലും 2 സെന്റിമീറ്റർ നീളത്തില് മാർക്ക് ചെയ്യാം.
അതേപോലെ തന്നെ ഈ താഴേക്കുള്ള ലൈനിനെ നമുക്ക് എന്ത് ചെയ്യാം, 3 ഈക്വൽ പാർട്സ് ആയിട്ട്, അതായത് 2 സെന്റിമീറ്റർ വരുന്ന 3 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ക്രോസ് ചെയ്യണമെന്ന രീതിക്ക് ഇങ്ങനെ വരയ്ക്കുക. ഈ പോയിന്റുകളെ തമ്മിൽ കട്ട് ചെയ്യുന്ന രീതിക്ക് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അടുത്തത് എങ്ങനെയാ, ഇവിടുന്ന് ഇങ്ങനെയും വരയ്ക്കുക അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ടും വരയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന രീതിക്ക്. യെസ്, വരച്ചു അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം നിർത്തിയാൽ മതി. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുക, മായ്ച്ചു കളയുകയോ ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഫിഗർ ചിത്രം കിട്ടും. ഇതേപോലെ ഷെയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് റബ്ബ് ചെയ്ത് മായ്ച്ചു കൊടുത്താലും മതി അല്ലെ. കിട്ടിയില്ലേ, എളുപ്പല്ലേ. എല്ലാവരും ഒന്ന് വരച്ചു പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണിത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. സിമ്പിൾ നോക്കിക്ക്, എന്താണ് താഴെ തന്നിരിക്കുന്ന ചിത്രം വരയ്ക്കുക. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതൊരു റെക്ടാങ്കിൾ ആണ് അല്ലെ. ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ ആണ് ഇത്. ഇതിന്റെ ഡയഗണൽ എത്ര വരുന്നുണ്ട്? 6 സെന്റിമീറ്ററും ഒരു വശം 5 സെന്റിമീറ്ററും ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം അല്ലെ. ആദ്യം എന്ത് ചെയ്യാം, 5 സെന്റിമീറ്റർ നീളത്തില് നേരെ ഒരു ലൈൻ വരയ്ക്കാം. ഇനി എന്ത് ചെയ്യണം, നമുക്കറിയാം സ്ക്വയർ റെക്ടാങ്കിളിൻ്റെതും എത്ര തന്നെയാണ്, ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ഡിഗ്രിയാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 90 ഡിഗ്രി ഒരു സൈഡിൽ വെക്കുന്നു. എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ ബേസ് ലൈനിനെ തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുന്നു അല്ലെ. ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ AB എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ഇത് ആംഗിൾ 90 ഡിഗ്രി നമ്മൾ വരച്ചു അല്ലെ. ഇനി C എന്ന് പറയുന്നത് എത്ര വേണം, 6 സെന്റിമീറ്റർ വേണം. അപ്പൊ 6 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എയിൽ കോമ്പസ് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ ഈ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി വരച്ചിരിക്കുന്ന ഈ ലൈനിലേക്ക് കട്ട് ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഒരു ആർക്ക് വരയ്ക്കുക അല്ലെ. എന്നിട്ട് ഈ എയും നമ്മളിപ്പോ ആർക്ക് വരച്ച് കട്ട് ചെയ്ത ഈ പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് കൊടുക്കുക അല്ലെ. യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ റെക്ടാങ്കിളിന്റെ ലോവർ പോർഷൻ കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ റെക്ടാങ്കിളിന്റെ ലോവർ പോർഷൻ നമുക്ക് കിട്ടി. ഇത് 6 സെന്റിമീറ്റർ. ഇത് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്ന അളവ് അല്ലെ. അപ്പൊ റെക്ടാങ്കിളിന്റെ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ബിയിൽ നിന്നും സി വരെയുള്ള ദൂരം എടുത്തു കഴിഞ്ഞാൽ അതേ ദൂരം തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് അല്ലെ. ദൂരം എടുക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു അല്ലെ. അതേപോലെ തന്നെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ AB എന്ന് പറയുന്ന അതേ അളവ് തന്നെയായിരിക്കും ബിയിൽ നിന്നും ഈ D എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഉള്ളത്. അത് കോമ്പസിൽ എടുക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു അല്ലെ. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, അതുപോലെ നമ്മളിതാ ഈ സീലും ജോയിൻ ചെയ്ത് കൊടുത്തു. B എന്ന് പറയുന്ന സൈഡ് നമുക്ക് കിട്ടി അല്ലെ. ഇപ്പൊ നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചുള്ള അല്ലെ. ഡയഗണലും ഒരു സൈഡും മാത്രം തന്നിരിക്കുന്ന റെക്ടാങ്കിൾ വരയ്ക്കാന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത എന്താണ്, ഒരു പാരലലോഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പാരലലോഗ്രാം അതിന്റെ എല്ലാ വശങ്ങളും തന്നിട്ടുണ്ട് അല്ലെ. എല്ലാ വശങ്ങളും തന്നിട്ടുള്ള ഒരു പാരലലോഗ്രാം ആണ് നമ്മളോട് വരയ്ക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഫിഗറിൽ തന്നിരിക്കുന്നത് പോലെ വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യാ, 5 സെന്റിമീറ്റർ നീളത്തില് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു അല്ലെ. അതിന് നമുക്ക് AB എന്ന് കൊടുക്കാം. AB എന്ന് കൊടുത്തു. 5 സെന്റിമീറ്റർ നീളമാണ് ഉള്ളത് അല്ലെ. ദെൻ ബിയിൽ നിന്നും സിയിലേക്കുള്ളത്, ബിയിൽ നിന്നും സിയിലേക്ക് എത്ര വരും,
3 സെന്റിമീറ്റർ ആണുള്ളത്. മീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. ബിയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് അങ്ങ് വരച്ചിട്ടേക്കും അല്ലെ. ബിയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു. ദെൻ എയിൽ നിന്നും സി വരെയുള്ള ദൂരം എത്രയായിരിക്കും? എപ്പോഴും ഒരു റഫ് ഫിഗർ വരച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി എയിൽ നിന്നും സി വരെയുള്ള ദൂരം എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പൊ 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എയില് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ ഈ ആർക്ക് കട്ട് വരുന്ന പോയിന്റിലേക്ക് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി ഇവ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു നോക്കാം. ബിയിൽ നിന്നും നമ്മൾ ഒരു ലൈൻ വരച്ചങ്ങനെ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ എയിലേക്ക് എന്ത് ചെയ്തു? ബന്ധിപ്പിച്ചു കൊടുത്തു അല്ലെ. എയിലേക്കും ബന്ധിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ നമുക്ക് ഈ അടിഭാഗം കിട്ടി. പാരലലോഗ്രാമിന്റെയും പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഈ ബി സി എന്ന് പറയുന്ന ഇതേ അളവ് തന്നെയായിരിക്കും എവിടെയും ഉണ്ടാകുക? എ സി എന്ന് പറയുന്ന ഈ ഭാഗത്തും ഉണ്ടാകുക അല്ലെ. ഈ ഭാഗത്തും ഉണ്ടാകുക. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ കുത്തുന്നു. നമ്മൾ ഇതേപോലെ ആ അളവെടുത്തിട്ടൊരു ആർക്ക് വരയ്ക്കുന്നു അല്ലെ. 3 സെന്റിമീറ്റർ എടുത്തു ഒരു ആർക്ക് വരയ്ക്കുന്നു. ദെൻ എ ബി എന്ന് പറയുന്ന 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും ഇങ്ങോട്ടുള്ളത്. ഈ സിയിൽ നിന്നും ഡിയിലേക്ക് ഉള്ളത് അല്ലെ. ഡിയിൽ നിന്നും സിയിലേക്ക് ഉള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ 2 ധ്രുവത്തിലാണുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 3 സെന്റിമീറ്റർ ഒന്നും കൂടി എടുക്കാം. 3 സെന്റിമീറ്റർ എടുക്കുന്നു. ഇത് 3 സെന്റിമീറ്റർ ആണ്. എയില് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ആർക്ക് വലുതാക്കി വരച്ചു കഴിഞ്ഞാല് ആർക്ക് കുറച്ച് വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കട്ട് ചെയ്യുന്നതായിട്ട് കിട്ടും അല്ലെ. ഇനി എന്ത് ചെയ്യാം? ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ സിനെ ഈ ഡി എന്ന് പറയുന്ന ഈ പോയിന്റ് നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ വികർണം 7 സെന്റിമീറ്ററും സൈഡ് 3ഉം 5ഉമായ ഒരു പാരലലോഗ്രാം കിട്ടിയിട്ടുണ്ട്. എളുപ്പമല്ലേ പാരലലോഗ്രാം വരയ്ക്കാന്? ഇതേപോലെ ആംഗിൾസ് ആണെങ്കിലും സൈഡ്സിന് പകരം എന്ത് ചെയ്താൽ മതി? ആംഗിള് മെഷർ ചെയ്താൽ മതി. ഇനി നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം അല്ലെ. എന്താണ് തന്നിരിക്കുന്നത്? 3 ഈക്വൽ റോംബസുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ വരയ്ക്കും ഇത്? ആദ്യം തന്നെ നമുക്ക് ഒരു 3 സെന്റിമീറ്റർ നീളത്തില് സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കാം അല്ലെ. ഇങ്ങനെ വരയ്ക്കാം. ദെൻ നോക്കിക്കേ, ഈ ഫിഗറിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിക്കേ. ഇത് ഓരോ ട്രയാങ്കിൾസ് ആണ് അല്ലെ. അപ്പൊ ഈ ആംഗിൾ 80 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്ര വരും? നമുക്കറിയാം അല്ലെ. ഓപ്പോസിറ്റ് ആംഗിൾസ് 50ഉം 50ഉം ആയിരിക്കും വരിക. അപ്പൊ സം ഓഫ് ആംഗിൾസ് മൊത്തം എത്രയായി? 180 അപ്പൊ നമ്മൾ ഇത്തരത്തില് ഒരു 3 സെന്റിമീറ്റർ നീളത്തില് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ 2 ആംഗിൾസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എത്ര വരും എന്നാ പറഞ്ഞത്? 50 ഡിഗ്രി വീതം വരും അല്ലെ. 50 ഡിഗ്രി വീതം വരും. അപ്പൊ 50 എവിടെയാണോ പോയിന്റ് ഇടുന്നു, എന്നിട്ട് ജോയിൻ ചെയ്യുന്നു. 50 ഡിഗ്രി നമ്മൾ ഇതേപോലെ നീട്ടി വരച്ചു. ഇവിടുന്ന് എത്ര തന്നെ വരും? ഇവിടെ നിന്നും 50 ഡിഗ്രി തന്നെ വരും അല്ലെ. 50 ഡിഗ്രി തന്നെ വരും. 50 പോയിന്റ് ചെയ്യുന്നു. 50 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. എ ബി എന്ന് പറയുന്നത് നമ്മൾ 3 സെന്റിമീറ്റർ നീളത്തിൽ ആദ്യം വരച്ചു. ഈ ആംഗിൾ എത്രയുണ്ട്? 50 ഡിഗ്രി ഉണ്ട്. ഈ ആംഗിൾ 50 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇത് എത്രയുണ്ടാവും? 80 ഡിഗ്രി ഉണ്ടാവും അല്ലെ. ഇതേ അളവ് തന്നെയായിരിക്കും. ഇതൊരു ഐസോസ്ലിസ് ട്രയാങ്കിൾ ആണ് അല്ലെ എല്ലാം. അപ്പൊ ഇതേ അളവ് തന്നെയായിരിക്കും ഇപ്പുറത്തെ വശത്തേക്കും ഉണ്ടാകുക. അപ്പൊ ഇതേപോലെ തന്നെ കോമ്പസിൽ അളവെടുക്കുന്നു. ഈ ബി സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം, ബി സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം എടുക്കുന്നു. ബിയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ അതേ അളവെടുക്കുന്നു. എയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുന്നു അല്ലെ.
ഇനി ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റ് ഇതാ ഇവിടെ നിന്നും ബിയിലേക്ക് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലെ, ബിയിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ എയിലേക്ക് എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ച് കൊടുക്കുന്നു. ഒരു സൈഡ് കിട്ടി അല്ലെ, നമുക്ക് ഒരു സൈഡ് കിട്ടി. ഇവിടെ നിന്ന് ഈ സിയിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരവും എത്ര തന്നെയായിരിക്കും? ഈ സെയിം അളവ് തന്നെയായിരിക്കും അല്ലെ, ബി സി തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഈ 50 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്ന ഈ ലൈനിൽ എന്ത് ചെയ്യുക? ഇതേ അളവ് എടുത്തിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ലൈനിൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ആരെങ്കിലും നീട്ടി വരയ്ക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ 50 ഡിഗ്രി അങ്ങ് നീട്ടി വരയ്ക്കാട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് ആംഗിളുകളെയും നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരേ അളവാണ്. ബി സി എന്ന് പറയുന്നതും എ സി എന്ന് പറയുന്നതും ഒരേ അളവാണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ അളവ് അടുത്ത് നമ്മൾ ഈ പോയിന്റിൽ വെക്കുന്നു. ഇ എന്ന് പറയുന്ന ഈ പോയിന്റിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. അതേപോലെ തന്നെ അതേ അളവ് എടുത്തിട്ട് നമ്മൾ എഫ് എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ആർക്കുകളെ തമ്മില് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? യെസ്, നമുക്ക് ചിത്രത്തിൽ തന്നതുപോലെ തന്നെ എന്ത് കിട്ടി? ഫിഗർ കിട്ടി. നമുക്ക് ആകെ എന്താണ് തന്നിരിക്കുന്നത്? 3 സെന്റിമീറ്ററും 80 ഡിഗ്രിയും മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ചിത്രത്തിൽ തന്നതുപോലെ തന്നെ ഒരു ഫിഗർ വരച്ചെടുത്തു. സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാരും നന്നായിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. വരച്ച് തന്നെ പഠിക്കുക. പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.